പാണ്ടിമേളം തുടങ്ങി അവസാനിക്കുന്നത് വരെയും കൊട്ടുന്നത് ത്രിപുട താളത്തിലാണ്. ത്രിപുട താളം എന്ന് പറയുന്നത് കേരളീയ താളവാദ്യ പദ്ധതിയിലേക്ക് വന്നാൽ, മേള പദ്ധതിയിലേക്ക് വന്നാൽ അതിനെ ഒരു തിസ്ര ജാതി ലഘു, 2 ദ്രുതം എന്നുള്ള രീതിയിലാണ് കർണാടക പദ്ധതിയിൽ അതിനെ പറയാറുള്ളത്. അതിനെ കേരളീയ പദ്ധതിയിലേക്ക് വന്നു കഴിഞ്ഞാൽ ഈ തിസ്ര ജാതി ലഘു, ഈ ജാതി തിരിച്ചിട്ടുള്ള താള സംവിധാനം ആവിഷ്കരിക്കുന്നതിന് മുമ്പ് ദക്ഷിണേന്ത്യയിൽ നിലനിന്നിരുന്ന താള പദ്ധതിയിലുള്ള ദ്രുതശേഖരം എന്ന് പറയുന്ന, ദ്രുതശേഖരമല്ല, ലഘുവിര, 3 അക്ഷരം, ദ്രുതശേഖരം തന്നെ, ശരി, 3 അക്ഷരങ്ങൾ വരുന്ന ദ്രുതശേഖരം എന്ന് പറയുന്ന ഒരു താളാംഗവും പിന്നെ 2 അക്ഷരങ്ങൾ വരുന്ന ദ്രുതങ്ങളും ചേർന്നതാണ് താളം എന്നുള്ള രീതിയിലാണ് നമ്മൾ തക്കിട്ട തക്ക ധിമി എന്ന് ത്രിപുട താളത്തിനെ നമ്മൾ പറയാറുള്ളത്. അത് നമ്മൾ സാധാരണ പഞ്ചവാദ്യത്തിന് പിടിക്കുന്ന തിത്തിത്തൈ 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 തിത്തൈ തിത്തിത്തൈ, 2 അടി ഒരൊഴിവ്, 3 അടി ഒരൊഴിവ് എന്നുള്ള രീതിയിലാണ് പാണ്ടിയിൽ നടപ്പിലാക്കിയിട്ടുള്ളത്, അവതരിപ്പിച്ചിട്ടുള്ളത്. അതിനെ ഈ തിത്തൈ എന്ന് പറയുന്ന 3 അക്ഷരങ്ങളെ ഇരട്ടിപ്പിച്ചിട്ട് 3ൻ്റെ ഇരട്ടി 6 പ്ലസ് തിത്തിത്തൈ എന്ന് പറയുന്ന 4 അക്ഷരങ്ങളെ ഇരട്ടിപ്പിച്ചിട്ട് 8, 6 + 8 = 14 എന്നുള്ള രീതിയിൽ ഏകദേശം ശരിക്കും നമുക്ക് ശ്രദ്ധിക്കുകയാണെങ്കിൽ മനസ്സിലാവും. ധ്രുവതാളത്തിന് സമാനമായിട്ടുള്ള താളം പിടുത്താണ് പാണ്ടി ആരംഭത്തിൽ, ആദ്യത്തെ വിളംബഘട്ടത്തിൽ പാണ്ടിക്ക് താളം പിടിക്കുന്നത്. അങ്ങനെ 14 അക്ഷരങ്ങൾ താളം പിടിച്ചുകൊണ്ട് മേളത്തിൻ്റെ വിളംബകാലം തുടങ്ങിയിട്ട് 7 അക്ഷരകാലങ്ങളുള്ള യഥാർത്ഥ ത്രിപുടയിലേക്ക് താളത്തിനെ കുറച്ച് കൊണ്ടുവന്നിട്ട്, അതായത് വിളംബഘട്ടത്തിൽ നിന്ന് മധ്യമഘട്ടം, ദ്രുതഘട്ടം തുടങ്ങിയിട്ട് 3 ഘട്ടങ്ങളായിട്ട് കൊണ്ടുവന്നിട്ട് കൊട്ടിക്കൂർപ്പിച്ച് ത്രിപുടയിലെത്തി കലാശിക്കുക എന്നുള്ള ഒരു രീതിയാണ് പാണ്ടിക്കുള്ളത്. പാണ്ടിക്ക് കാലഭേദങ്ങളില്ല. പാണ്ടി തുടങ്ങി അവസാനിക്കുന്നത് വരെ കൊട്ടുന്നത് ഓരോ ഘട്ടങ്ങളാണ്. വിളംബഘട്ടം, മധ്യമഘട്ടം, ദ്രുതഘട്ടം. നേരത്തെ നമ്മൾ പഞ്ചാരി പറഞ്ഞപ്പോൾ പഞ്ചാരിയിൽ പറഞ്ഞു നേർക്കോൽ ഘട്ടം, തക്കിട്ട ഘട്ടം, കുഴമറിഞ്ഞ ഘട്ടം. ഈ 3 ഘട്ടങ്ങൾ തന്നെയാണ് പാണ്ടിയിലും നമുക്ക് കാണാൻ സാധിക്കുക. അത് അതിൻ്റെ നിലയും താളത്തിൻ്റെ ക്രമങ്ങളും കൂടിയിട്ട് പരിശോധിക്കുമ്പോൾ അതിലേക്ക് നമുക്ക് എത്തിച്ചേരാൻ സാധിക്കും. അപ്പോൾ 14 നിന്ന് ആരംഭിക്കുന്ന പാണ്ടിയുടെ വിളംബ കാലത്തിലേക്ക് പാണ്ടി കാലമിടുന്നത് ത്രിപുട വട്ടം താളം പിടിച്ചുകൊണ്ടാണ്. ഇനി അവതരണത്തിലേക്ക് പോവുകയാണ്. അപ്പോൾ അതിൻ്റെ കൂടെ അതിൻ്റെ വിശദാംശങ്ങൾ അവിടെ പറയേണ്ടി വരുന്നുണ്ട്. അപ്പോൾ അവിടെ നമുക്ക് പറയുകയും ചെയ്യാം. 2 ത്രിപുട വട്ടം താളം പിടിച്ചുകൊണ്ടാണ് പാണ്ടി കാലം നിരത്തുന്നത്. നമ്മൾ അതിനു മുമ്പ് ഏറ്റവും ആദ്യം ഈ ഒലുമ്പൽ അല്ലെങ്കിൽ കൊലുമ്പൽ എന്ന് പറയുന്ന ഒരു പ്രക്രിയ നമ്മൾ അവതരിപ്പിക്കുന്നുണ്ട്. അത് പാണ്ടിയുമായിട്ട് ഒരു ബന്ധമുള്ള സംഭവമല്ല, പാണ്ടിയുടെ ഭാഗമല്ല ശരിക്കും അത്. പക്ഷേ പാണ്ടിക്ക് മുമ്പ് ഒരു ആലങ്കാരിക പ്രയോഗം എന്നുള്ള രീതിയിൽ ഈ ഒലുമ്പൽ നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഈ ഒലുമ്പൽ സാധാരണയായിട്ട് വരാറുള്ളത് ഒരു ചെമ്പടവട്ടം കണക്കാക്കിയിട്ട് 7 മാത്രം പിടിച്ചിട്ട് 8 കൊലുമ്പുക, 6 മാത്രം പിടിച്ചിട്ട് 7 കൊലുമ്പുക, 5 പിടിച്ചിട്ട് 6 കൊലുമ്പുക, അങ്ങനെ കുറച്ച് വരുന്ന ഒരു രീതി കൊലുമ്പലിനെ ആവിഷ്കരിച്ചിട്ടുണ്ട്. ഇതുപോലെ തന്നെ ഇപ്പോൾ ചെമ്പടവട്ടങ്ങളുടെ ഗണിതത്തിലൊക്കെ ആയിട്ടുള്ള കണക്കുകൾ വന്നിട്ടുണ്ട്. അത് കുഴലിൻ്റെ കാര്യങ്ങൾ പറയുമ്പോൾ പ്രേമൻ അതിൻ്റെ വിഷയങ്ങളൊന്നുകൂടി പറയുമെന്ന് വിചാരിക്കണം. ഈ കൊലുമ്പൽ കഴിഞ്ഞാൽ നേരിട്ട് ഒരു ത്രിപുടവട്ടത്തിൻ്റെ വലിപ്പം 7 അക്ഷരകാലാണ്.
ഈ 7 വിളംബപ്പെടുത്തിയിട്ട് 14 തുടങ്ങണത് എന്നതുകൊണ്ട് 2 ത്രിപിടവട്ടം പിടിച്ചിട്ട് 14 അക്ഷരത്തിലേക്കാണ് കാലം ഇടുന്നത്. കാലിട്ട് കഴിഞ്ഞാൽ ഉടനടി നമ്മൾ വിളംബഘട്ടത്തിൻ്റെ താളം പിടിച്ച് അതിലേക്ക് നേർഗോലടിച്ചിട്ട് കാലം നിരത്തി കാണിക്കുന്നൊരു സംഭവം പതിവുണ്ട്. അല്ലെങ്കിൽ നേരിട്ട് നില തുടങ്ങണു. നില തുടങ്ങിക്കഴിഞ്ഞാൽ വലന്തല താളത്തിൻ്റെ ഈ 14ൻ്റെ ഇരട്ടി കാലത്തിലാണ് പാണ്ടിയുടെ നില കൊട്ടിക്കൊണ്ടിരിക്കുന്നുണ്ടാവുക. സാധാരണ ഗതിയിലെ മേളത്തിൻ്റെ വലന്തല താളത്തിൻ്റെ 4 ഇരട്ടിയിൽ വേണം മേളം നില കൊട്ടാൻ. അതാണ് നമ്മൾ പഞ്ചാരിയിൽ പറഞ്ഞത്, ഒരു അക്ഷരത്തിൽ 4 കൊട്ടുകൾ വരണം. മണികണ്ഠേട്ടൻ തൂക്കു പിടിക്കുന്നതിൻ്റെ വായ്ത്താരി പറഞ്ഞപ്പോൾ പറഞ്ഞു തക്ക ധീമി, ഓരോ അടിയിലും ഒരു തരികട വരണമെന്ന്. തക്ക ധീമി 4 കൊട്ടുകളാണ് ഒരു അക്ഷരത്തിൽ വരുന്നത്. നേരെ മറിച്ച് പാണ്ഡ്യ സമയത്തോളം പാണ്ഡ്യയിൽ വരുന്നത് ഒരു അക്ഷരത്തിൽ 2 കൊട്ടുകൾ മാത്രമാണ്. അപ്പോൾ നമ്മൾ മറ്റ് മേളങ്ങൾ, ഉത്സവമേളങ്ങൾ കാലോടുമ്പോൾ വലന്തല താളത്തിന് സമാനമായിട്ട് കാലിട്ട് തുടങ്ങി അതേ താളവട്ടത്തിൽ തന്നെ ഇരട്ടി പിടിക്കുന്ന കാലത്തിലാണ് നമ്മുടെ പാണ്ഡ്യയുടെ നില നിൽക്കുന്നത്. അപ്പോൾ താളത്തിൻ്റെ ഇരട്ടി 14 അക്ഷരങ്ങൾ പിടിച്ചിട്ട് 28 അക്ഷരങ്ങൾ കൊട്ടണു. ഇനി അതിൽ കലാശം എടുക്കണമെങ്കിൽ നമുക്ക് താളത്തിൻ്റെ 4 ഇരട്ടിയിലേക്ക് പോകണം. അപ്പോൾ നമ്മളവിടെ കൊട്ടിക്കൊണ്ടിരിക്കുന്ന നിലയിൽ നിന്ന് ഡ കണ്ണ ഡ എന്ന് കൊട്ടി വെച്ച് ഇരട്ടിയിലേക്ക് പോകും. ഇരട്ടിയിലേക്ക് കടന്നാൽ നമ്മൾ പഞ്ചാരി മേളത്തിൽ പറഞ്ഞതുപോലെ കലാശത്തിൻ്റെ ഖണ്ഡം എന്ന് പറയുന്നൊരു സാധനം നമ്മൾ പഞ്ചാരി മേളത്തിൻ്റെ പതികാലത്തിൽ പറഞ്ഞു. 3 അടി വീതം 4 പ്രാവശ്യം, 2 അടി വീതം 2 പ്രാവശ്യം, 1 അടി വീതം 3 പ്രാവശ്യം, 3 അടി, അങ്ങനെ പിടിച്ചിട്ടുള്ള ഒരു സംവിധാനം അവിടെ പറഞ്ഞു. അതിനെ 14 അക്ഷരക്കാലത്തിലേക്ക് ക്രമീകരിച്ചുകൊണ്ടാണ് കലാശത്തിൻ്റെ താളവട്ടം അവിടെ ചിട്ടപ്പെടുത്തിയിട്ടുള്ളത്. ആദ്യത്തെ താളവട്ടത്തിലും 14 വരും, രണ്ടാമത്തെ താളവട്ടത്തിലും 14 വരും. അങ്ങനെ താളം 14 എന്നുള്ള രീതിയിൽ നിലനിർത്തിക്കൊണ്ട് കൊട്ട് 14ൻ്റെ ഇരട്ടി 28 മാത്രം നിർത്തിയിട്ട് അതിൽ നിന്ന് നേർക്കോൽഘട്ടം നിലയ്ക്ക് സമാനമായിട്ടുള്ള ഒരു നിലയിലേക്ക് കയറി ചെന്ന് അവിടെ നിന്നും ഉരുളുകോല് മറിച്ചുകൊണ്ടുള്ള കലാശം എടുക്കുന്ന ഒരു രീതിയാണ് ഏറ്റവും ആദ്യത്തെ വിളംബമായിട്ടുള്ള ഘട്ടത്തിൽ നമുക്ക് കാണാൻ സാധിക്കുക. അവിടെ കൊട്ടുന്ന നിലയിലും നഗ്ഗും നക്കാം നണ്ണ ഗിണ്ണ എന്ന് പറയുന്ന വിളംബഘട്ടത്തിലുള്ള നിലയുടെ ഒരു സ്വാധീനം നമുക്ക് ആ കൊട്ടുന്ന നിലയിലും കാണാൻ സാധിക്കും. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ ആ ഘട്ടത്തിൽ നിന്ന് മധ്യമഘട്ടത്തിലേക്ക് കടക്കുമ്പോൾ അവിടെ ഒരു തകൃത കലാശം എന്ന് പറയുന്ന ഒരു കലാശം അവിടെ അവതരിപ്പിക്കുന്നുണ്ട്. ഈ തകൃത കലാശം കഴിഞ്ഞാൽ ഉടനടി താളം പിടിക്കുന്ന രീതിക്കും മാറ്റം വന്നു. കൊട്ടുന്ന കലാശങ്ങൾക്കും നിലയ്ക്കും എല്ലാം ഒരു സ്വഭാവത്തിന് മാറ്റം വന്നു. മധ്യമഘട്ടത്തിലേക്ക് കടന്നാൽ ഒരു താളവട്ടം നില കൊട്ടി രണ്ടാമത്തെ കലാശം എടുക്കുമ്പോഴാണ് പറയണത്, ഒരു താളവട്ടത്തിൽ നേർഗോൽഘട്ടം നിലയ്ക്ക് സമാനമായിട്ടുള്ള നില കൊട്ടിയിട്ട് ഉരുളുകോല് മറിച്ചെടുത്തിരുന്ന കലാശം ഇവിടെ മധ്യമഘട്ടത്തിലേക്ക് വന്നാൽ കുഴമറിഞ്ഞ കലാശമായിട്ട് മാറും. താളവട്ടത്തിൽ നിന്ന് കൊട്ടിവെച്ചാൽ പിന്നെ കുഴമറിഞ്ഞ കലാശമാണ് എടുക്കുന്നത്. ആ ഭാഗത്തേക്ക് എത്തുമ്പോൾ നമുക്ക് ആ താളവും കൊട്ടും കൂടി വരുമ്പോൾ അത് വ്യക്തമാവുകയും ചെയ്യും. കുഴമറിഞ്ഞ കലാശത്തിൻ്റെ ഭാഗം 3 ഉപഘട്ടങ്ങൾ കഴിഞ്ഞാൽ മൂന്നാമത്തെ ഉപഘട്ടത്തിൽ എത്തിക്കഴിഞ്ഞാൽ അതിൽ വീണ്ടും ഒരു തകൃത കലാശം വരും. ആ തകൃത കലാശം കഴിഞ്ഞാൽ പിന്നെ പാണ്ടി കുഴമറിയാണ്. കുഴമറിഞ്ഞ ഭാഗത്തേക്ക് വന്നു കഴിഞ്ഞാൽ കുഴമറിഞ്ഞ ഘട്ടം അല്ലെങ്കിൽ ദ്രുതഘട്ടം എന്ന് പറയുന്ന ആ ഭാഗത്തേക്ക് എത്തി അവിടെ പാണ്ടി കലാശിച്ച് ത്രിപുടയിലേക്ക് പോയി. ത്രിപുടയും കൂടി ഒരു തകൃത കലാശവും കുഴമറിഞ്ഞ കലാശവും എടുത്തിട്ടാണ് പാണ്ടി തീര് കലാശിക്കുന്നത്. ഇത്രയും ഭാഗങ്ങളാണ് നമുക്ക് പാണ്ടിയുടെ അവതരണത്തിൽ നമുക്ക് ശ്രദ്ധിക്കാനുള്ള ഭാഗങ്ങൾ. അതിൽ നമുക്ക് കുഴലൂതുന്നതിൻ്റെ ആ ആരംഭ ഭാഗത്ത് ഈ ആദ്യത്തെ തകൃത കഴിയുന്നവരെയുള്ള ഭാഗത്താണ് കുഴലിന് പ്രധാനമായിട്ടുള്ള ഒരു വാദന അവസരമുള്ളത്. അതാണ് പാണ്ടിയുടെ വിളംബഘട്ടം. ആ ഭാഗത്താണ് കുഴലിനും കൊമ്പിനൊക്കെ വിസ്തരിച്ച് വായിക്കാനുള്ള അവസരമുള്ളത്. അത് കഴിഞ്ഞാൽ പിന്നെ താളവട്ടത്തിനനുസരിച്ച് പോവുകയാണ് ചെയ്യാൻ പറ്റുള്ളൂ എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. ആ വിഷയങ്ങൾ ആദ്യം കുഴലിൻ്റെ കാര്യം പ്രേമനൊന്ന് പറയും. പാണ്ടി മേള എങ്ങനെയാണ് യാത്ര ചെയ്യുന്നതെന്നുള്ളത് ഇപ്പോൾ ബാബേട്ടൻ വൃത്തിയായിട്ട് പറഞ്ഞു.
അപ്പോൾ അതിൽ നിന്ന് തന്നെ മനസ്സിലാക്കാം പഞ്ചാരി പോലെ നമുക്ക് ഒരു സ്ട്രക്ചർ കാണാൻ പറ്റില്ല. 96 കണ്ടു, 48, 24, 12, 6 അങ്ങനെ ഒരു സ്ട്രക്ചർ നമ്മളൊരു പിരമിഡ് പോലെ കണ്ടു നേരത്തെ പഞ്ചാരി സംസാരിച്ചപ്പോൾ. ഇതിലങ്ങനെ കാണാൻ നമുക്ക് സാധിക്കില്ല. ഒരേ കാര്യത്തിനെ ഒരേ അളവിലുള്ള സാധനത്തിനെ വേറെ വേറെ പാറ്റേണിലാക്കുകയാണ് ഇതിൽ ചെയ്യുന്നത്. നമ്മൾ പഞ്ചാരി കാലം നിരത്തി കഴിഞ്ഞാൽ ആദ്യം നില തുടങ്ങുന്നതിനോടൊപ്പം തന്നെ കുറുങ്കുഴലൂതി തുടങ്ങുകയാണ് പഞ്ചാരിയിൽ ഉണ്ടായത്. പാണ്ടിയിൽ നേരെ തിരിച്ചാണ്. ആദ്യം നില തുടങ്ങുന്നിടത്തുനിന്ന് കൊമ്പാണ് ഊതി തുടങ്ങുക. കൊമ്പ് ഊതി താളവട്ടം കഴിഞ്ഞതിന് ശേഷമാണ് കുഴലൂതുന്നത്. കുഴലൂതി കലാശം നേരത്തെ കാണിച്ച പോലെ തന്നെ നമ്മൾ കുമ്പിടുന്നു, ഗമഗമ ഊതുന്നു, കലാശം വരുന്നു. അങ്ങനെ തന്നെയാണ്. അതിൻ്റെ സ്ട്രക്ചറിൽ വ്യത്യാസം വരുന്നില്ല. ഗമഗമ കഴിഞ്ഞ് കഴിഞ്ഞാൽ 8 അക്ഷരത്തിന് മുമ്പായിട്ട് നമ്മൾ കുമ്പിടുന്നു, കലാശം വരുന്നു. ഊതുന്നത് ഭൈരവി രാഗത്തിലാണ് ഊതുന്നത്. പാണ്ടിയുടെ സ്വരൂപം തന്നെ എന്താ പറയുക, കർക്കിടക മാസത്തിൽ മഴ പെയ്യുന്ന പോലെയാണ്. ഇടിച്ചു കുത്തി പെയ്യുന്ന ഒരു മഴയുടെ രൂപമാണ് പാണ്ടിക്ക്. ഭൈരവിയാണെങ്കിൽ വളരെയധികം ഭക്തിസാന്ദ്രമായിട്ട് വളരെ നേർത്ത രൂപമുള്ള ഒരു രാഗവും. അതാണ് ഇപ്പോൾ ബാബേട്ടൻ പറഞ്ഞ കാര്യം. അതിൻ്റെ പ്രാരംഭഘട്ടത്തിൽ ആദ്യത്തെ വിളംബകാലത്തിൽ വളരെ സാവധാനമാണ് അത് തുടങ്ങണേ. അപ്പോൾ അന്തരീക്ഷത്തിൽ കാർമേഘങ്ങൾ കൂടി തുടങ്ങണുള്ളൂ. അത് കഴിഞ്ഞാൽ തകൃതിക്കാകുമ്പോഴേക്കും അത് കൂട്ടി മുട്ടി ഇടിമിന്നലായി പിന്നെ അതങ്ങനെ പെയ്യാൻ തുടങ്ങുക എന്ന രീതിയിലാണ് പാണ്ടി പോണേ. അപ്പോൾ നീ സരി രേ ഗരി, നീ സരി രേ ഗരി, നീ സരി മരി, നീ സരി മരി, നീ സരി മ, നീ സരി പ, രി മ പ ത ക മ പ, നീ സരി മരി സ, അതങ്ങനെ റിപ്പീറ്റ് ചെയ്ത് പോകും. അപ്പോൾ അതിൻ്റെ വിളംബകാലത്തിൽ ഇങ്ങനെ കുറച്ച് എന്താ പറയുക, സ്വാദോടുകൂടി സംഗീതം നിറഞ്ഞു നിൽക്കുന്ന ഒരവസ്ഥയുണ്ട്. അത് കുറുങ്കുഴലിന് കുറച്ചും കൂടി പ്രാധാന്യം കിട്ടുന്ന മേളമായിട്ട് പാണ്ടി തോന്നിയിട്ടുമുണ്ട്. പാണ്ടി കൊലമ്പുന്ന സമയത്തും അധികം നേരം കുഴലിൻ്റെ പ്രവർത്തനത്തെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് തന്നെയാണ് പാണ്ടി കൊലമ്പി പോകുന്നത്. ഇപ്പോൾ ചെമ്മടവട്ടമായാലും ചെമ്മടവട്ടത്തിൻ്റെ കണക്ക് നോക്കി പോവുകയാണെങ്കിൽ തന്നെ ആ കുമ്പിടുന്നിടത്തുനിന്നാണ് ആദ്യം ഉറം എന്ന് വെച്ചിട്ട് തുടങ്ങുന്നത്. അപ്പോൾ അതിങ്ങനെ കൊട്ടിക്കൂർപ്പിച്ച് കൊണ്ടുവരുന്നു. അത് കഴിഞ്ഞിട്ടാണ് കാലം നിരത്തണേ. അപ്പോൾ അവിടെയും കുഴലിനും കൊമ്പിനും ഈക്വലായിട്ടുള്ള ഇമ്പോർട്ടൻസ് പാണ്ടിയിൽ കൂടുതലായിട്ട് തോന്നിയിട്ടുണ്ട്. അപ്പം ഇങ്ങനെയൊക്കെയാണ് ആദ്യത്തെ ഘട്ടം. പിന്നെ തകൃതകലാശം കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ പ്രയോഗത്തിനുള്ള ഇൻഫ്ലുവൻസിനുള്ള സമയം കുറവാണ്. കാരണം കാലം അങ്ങനെ വളരെ മുകളിലാണ് നിൽക്കുക, ദ്രുതഗതിയിലാണ് അതിൻ്റെ സഞ്ചാരം ഉണ്ടാവുക. അപ്പോൾ പിന്നെ വലന്തലയുടെയും താളത്തിൻ്റെയും ഒപ്പം കൂടെ തന്നെയാണ് ചെയ്തു പോരുന്നത്. ഇത്രയാണ് പറയാനുള്ളത്. കൊമ്പിൻ്റെ വാദന രീതികളെ പറ്റിയിട്ട് ഒന്ന് സംസാരിക്കും വൈശാഖ്. കൊമ്പിൻ്റെ വാദന രീതി പറയുമ്പോൾ ഇപ്പോൾ ആദ്യം കൊമ്പ് തന്നെയാണ് തുടങ്ങുക. എന്താ പാണ്ടി കൊലമ്പുമ്പോൾ നമ്മൾ വെറുതെ തകൃത പറഞ്ഞിങ്ങനെ ചെയ്യുക. അപ്പോൾ അത് കഴിഞ്ഞ് പിന്നെ എന്താ താളവട്ടം ആദ്യം തുടങ്ങേണ്ടത് കൊമ്പുകാരനെയാണ് തുടങ്ങേണ്ടത്. പിന്നെ അത് ഓരോ കാലത്തിനനുസരിച്ച് ഇങ്ങനെ ധൃതികാരമായിട്ട് ഇങ്ങനെ പോകും. അപ്പോൾ അങ്ങനെയൊക്കെ താളത്തിൻ്റെ കാര്യത്തിൽ എന്തെങ്കിലും പ്രത്യേകിച്ച് താളത്തിന് പറഞ്ഞോളോ? ഞാൻ ആദ്യം തന്നെ പറഞ്ഞു താളത്തിന് പ്രത്യേകമായിട്ടിരുന്നില്ല. ഇപ്പോൾ പാണ്ടിമേളം 14 അക്ഷരത്തിലാണ് തുടങ്ങണത്. അതിൻ്റെ ഓരോ ഘട്ടമായിട്ട് തുറന്നു പിടിക്കുക എന്ന് പറയും. അത് കഴിഞ്ഞാൽ ഇടത്തെ കൂല് ഊന്നി കൂട്ടുക എന്ന് പറയും. അത് കഴിഞ്ഞാൽ തകർത അങ്ങനെ 2-3 എന്താ ഊട്ടുമിരിച്ച കാലം അങ്ങനെയൊക്കെ പറയാറുണ്ട്. അങ്ങനെ ഓരോ കാലഘട്ടം മാറുന്നതിനനുസരിച്ച് പിടിക്കാറുണ്ട്. അതിപ്പോൾ ഇങ്ങനെ പറഞ്ഞാൽ എങ്ങനെ പിടിക്കുക പറയണമെങ്കിൽ പറയാം. ദീത്ത 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 ദീ ദീത്ത ദീ ദീത്ത 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 കലാശത്തിൽ ദീ ചീത്ത ദീ തീ ദീക്ക് തീക്ക് തീ 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 തീ
തീ ത ദീ ത ത ദീ ത ത ദീ തീ ദീ തീ ദീ ത. പണ്ടൊക്കെ അങ്ങനെ ഇത് അടഞ്ഞു പിടിച്ചായിരുന്നു, തീ 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 എന്ന് പിടിച്ചായിരുന്നു. ഇപ്പോൾ തീ തീ പിടിക്കുന്നത് കാലം തുറന്നു പിടിക്കാൻ പോണതിൻ്റെ തൊട്ടുമുമ്പേ പിടിക്കാറുള്ളൂ. പണ്ടൊക്കെ ഞങ്ങൾക്ക് ഒരു ശൈലി വ്യത്യാസം ഒന്ന് മാത്രം. അതുപോലെ തന്നെ അവിടെ അങ്ങോട്ടും ഇപ്പോൾ എല്ലാം പറയാൻ നല്ല ബുദ്ധിമുട്ടാവും, പറയാനില്ല. അതാ കൊട്ടുമ്പോൾ സന്ദർഭത്തിന് ഓട്ടാനേ പറ്റുള്ളൂ. ഇനിയിപ്പോൾ അടുത്ത തുറന്നു പിടിച്ച കാലം തന്നെ അതുപോലെ തന്നെയാണ് ഇതനുസരിച്ച് ഞാൻ പിടിക്കുന്നത്. അതുപോലെ അടുത്ത ഊന്നുകാല അടുത്ത പോലെ ഊന്നിയുള്ള കാലം തീ 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 ത കി ത തീ ത ത തീ ത കി ത തീ ത ത തീ ത കി ത തീ തീ ത കി ത തീ തീ ത കി ത തീ തീ 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 ത തീ ത തീ ത ത തീ ത തീ ത തീ ത തീ ത തീ ത തീ തീ ത തീ ത തീ ta ti ta ti 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 ta ti dai അത് കോടമത്തിലേക്ക് വരുന്നു. അത് ചിലപ്പോൾ കാലം കയറിയാൽ ചിലപ്പോൾ ഇത് വരില്ല. അപ്പോൾ നമ്മൾ തീ തീ എന്ന് പറഞ്ഞാൽ പിടിക്കണല്ലോ. അപ്പോൾ അവിടെ കാലം അപ്പോൾ പിടിക്കുമ്പോൾ അത് അത്ര അത് വരില്ല. അപ്പോൾ അതിന് പരിക്ക് പിടിക്കും. അങ്ങനെയൊക്കെ ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് പിടുത്താണ്. പിന്നൊക്കെ അങ്ങനെയൊക്കെ ഓരോ ഭാവങ്ങളുണ്ട്.